77ാമത് തിരുനാവായ സർവോദയ മേളയുടെ ശാന്തിയാത്ര ഇത്തവണയും പ്രതിസന്ധിയിൽ. പൊതുമരാമത്ത് വകുപ്പ് ഫണ്ടില്ലാത്തതാണ് ശാന്തിയാത്ര ഇത്തവണയും പ്രതിസന്ധി നേരിട്ടത്. 4 ദിവസമായി നടക്കുന്ന സർവോദയ മേളയ്ക്ക് ജില്ലക്കകത്തുനിന്നും പുറത്തുനിന്നുമായി ഗാന്ധിമാർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് പുഴ കടന്ന് മേള നഗരിയിലേക്ക് എത്താറുള്ളത്. അവസാന ദിവസം ഫെബ്രുവരി 12 രാവിലെ 100 കണക്കിന് ഗാന്ധിയന്മാർ രാംദൂൽ ആലപിച്ച് പുഴ കടന്നെത്തുന്ന ശാന്തിയാത്രയോടെയാണ് മേളയ്ക്ക് സമാപനം കുറിക്കാറ്. വർഷങ്ങളായി സർവോദയ മേളയ്ക്ക് പൊതുമരാമത്ത് വകുപ്പാണ് പുഴയിൽ നടപ്പാലവും തോണികളും മറ്റ് സൗകര്യങ്ങളും ചെയ്തു വരുന്നത്. എന്നാൽ കഴിഞ്ഞ സർവോദയ മേളയ്ക്ക് പൊതുമരാമത്ത് വകുപ്പ് ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞ് പദ്ധതി കൈവിട്ടതോടെയാണ് സർവോദയ മേളയുടെ ശാന്തിയാത്ര പ്രതിസന്ധിക്ക് തുടക്കം കുറിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് പിന്മാറിയതോടെ ശാന്തിയാത്ര പ്രതിസന്ധിയിലായി. തുടർന്ന് മുൻ എംപിയും പ്രമുഖ ഗാന്ധിയനുമായ സി ഹരിദാസ് തിരുനാവായ ഗാന്ധി സ്തൂപത്തിനു മുമ്പിൽ നിരാഹാരം ഇരുന്നതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമായത്. സി ഹരിദാസിന്റെ നിരാഹാരത്തെ തുടർന്ന് തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ ഇടപെടുകയും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ, കളക്ടർ എന്നിവരുമായി ബന്ധപ്പെടുകയും ചെയ്തു. തുടർന്ന് ജില്ലാ കളക്ടർ പദ്ധതിക്ക് ആവശ്യമായ നടപടി എടുക്കാൻ ഇരു പഞ്ചായത്തുകൾക്ക് കത്ത് നൽകിയതോടെ തിരുനാവായ ഗ്രാമപഞ്ചായത്തും തവന്നൂർ ഗ്രാമപഞ്ചായത്തും ചേർന്ന് പുഴയിൽ തോണികൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾക്ക് മുങ്ങൽ വിദഗ്ധനും കടത്തുകാരനുമായ പാർലകത്ത് യാഹൂട്ടിയെ ചുമതല ഏൽപ്പിച്ചതോടെ പദ്ധതി യുദ്ധകാല അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യുകയും ശാന്തിയാത്ര ഭംഗിയായി പുഴ കടന്നെത്തുകയും ചെയ്തു. എന്നാൽ ഇത്തവണ ഇരു പഞ്ചായത്തുകൾക്കും നിർദ്ദേശം ലഭിക്കാത്തതിനാൽ 2025 ശാന്തിയാത്രയും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മേള നഗരിയിലേക്ക് ദിനേന കൂടുതൽ ആളുകൾ എത്തുന്നതും പുഴ കടന്നാണ്. സർക്കാർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് സംഘാടക സമിതിയുടെയും നാട്ടുകാരുടെയും ആവശ്യം. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ്, pride of generations, India, Oman, Bahrain.